വിഷുവിന് മുന്നോടിയായി പൊതുപര്യടനത്തിന് ശനിയാഴ്ച ഇടവേള നൽകിയെങ്കിലും ശനിയാഴ്ചയും പ്രചരണ തിരക്കിൽ തന്നെയായിരുന്നു ചാലക്കുടിയിലെ LDF സ്ഥാനാർത്ഥി പ്രൊഫസർ സി രവീന്ദ്രനാഥ്. കയ്പമംഗലം, കൊടുങ്ങല്ലൂർ, അങ്കമാലി, ചാലക്കുടി മണ്ഡലങ്ങളിൽ ആദ്യഘട്ട പ്രചരണത്തിനിടെ സന്ദർശിക്കാൻ കഴിയാതെ പോയ സ്ഥലങ്ങളിലാണ് രവീന്ദ്രനാഥ് ഓടിയെത്തിയത്. കൊടുങ്ങല്ലൂർ മണ്ഡലത്തിലെ ബ്രാലം തൈവളപ്പിലുള്ള തന്നെ 1ാം ക്ലാസ് മുതൽ പഠിപ്പിച്ച മന്ദാകിനി ടീച്ചറുടെ മകൾ നയനയുടെ വീട്ടിൽ നേരിട്ടെത്തി. പന്തലൂർ ജനത UP സ്കൂളിലെ അധ്യാപികയായിരുന്നു മന്ദാകിനി ടീച്ചർ. ടീച്ചറുടെ വിശേഷങ്ങൾ തിരക്കിയ സ്ഥാനാർത്ഥി നയനയും കുടുംബവുമായി പഴയകാല അനുഭവങ്ങൾ പങ്കുവച്ചു. പേരാമ്പ്ര ഗുരുപുരം ശ്രീനാരായണ ഗുരു ചൈതന്യ മഠത്തിന്റെ 20ാം വാർഷികത്തോടനുബന്ധിച്ച് നടത്തിയ കൺവെൻഷനിൽ പങ്കെടുത്ത രവീന്ദ്രനാഥ് ശിവഗിരി മഠം പ്രസിഡന്റ് സച്ചിദാനന്ദ സ്വാമികളുമായി ഹ്രസ്വ കൂടിക്കാഴ്ച നടത്തി. മാള ഹോളി ചൈൽഡ് കോൺവെന്റിലെത്തിയപ്പോൾ മദർ സുപ്പീരിയർ പ്രിൻസിയുടെ നേതൃത്വത്തിൽ മധുരം നൽകിയായിരുന്നു സ്ഥാനാർത്ഥിയെ സ്വീകരിച്ചത്. കോൺവെന്റുമായും ഹോളി ചൈൽഡ് സ്കൂളിനെക്കുറിച്ചും ഹ്രസ്വ സംഭാഷണം നടത്തി. കോൺവെന്റ് അധികൃതരുടെ പിന്തുണ ഉറപ്പാക്കിയായിരുന്നു മടങ്ങിയത്. ശനിയാഴ്ച രാവിലെ മതിലകത്ത് നിന്നായിരുന്നു പ്രചരണ പരിപാടികൾ ആരംഭിച്ചത്. മാടവന ജാമിയ അസീസിയ അറബിക് കോളേജ് പ്രിൻസിപ്പൽ മാടവന ഇബ്രാഹിംകുട്ടി മുസ്ലിയാരെ വീട്ടിലെത്തി സന്ദർശിച്ചു. തുടർന്ന് ബ്രാലം വെള്ളിവട്ടം ഉമരിയ പബ്ലിക് സ്കൂളിലെത്തിയ രവീന്ദ്രനാഥ് സ്കൂൾ അധികൃതരുടെ വോട്ട് തേടി. ചുവന്ന ഷാൾ അണിയിച്ച് വൻ സ്വീകരണമായിരുന്നു ഇവിടെ ഒരുക്കിയിരുന്നത്. വെള്ളിവട്ടം ജംഗ്ഷനിലും വോട്ടർമാർ അദ്ദേഹത്തെ കാത്തുനിൽക്കുകയായിരുന്നു. പ്രദേശത്തെ വ്യാപാര സ്ഥാപനങ്ങളിലെത്തിയ സ്ഥാനാർത്ഥിയെ ഇരു കൈയും നീട്ടിയായിരുന്നു വോട്ടർമാർ സ്വീകരിച്ചത്. പിന്നീട് വെള്ളിവട്ടം സജീന്ദ്ര റബ്ബർ പ്ലസ് ഫാക്ടറി, പിയർലെസ് പോളിമർ പ്രൊഡക്ട്സ്, മാള ഗുരുധർമ്മ മിഷൻ ആശുപത്രി, സ്നേഹഗിരി ഹോളി ചൈൽഡ് സ്കൂൾ, പൊയ്യ ഫാത്തിമ കോൺവെന്റ് എന്നിവിടങ്ങളിലും സന്ദർശനം നടത്തി. ഉച്ചയ്ക്ക് ശേഷം അങ്കമാലി, ചാലക്കുടി മണ്ഡലങ്ങളിലെ വിവിധ പ്രദേശങ്ങളിലായിരുന്നു വോട്ട് തേടിയത്.